ആരോഗ്യക്കുറിപ്പുകൾ. കർക്കടകത്തിലെ വിശ്വാസങ്ങളും വസ്തുതകളും ആയുർവേദ ചികിത്സകനായ ഡോക്ടർ നിധീഷ് കടവത്ത് സംസാരിക്കുന്നു. കർക്കിടക മാസമായാൽ സാധാരണ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി എന്നിവ. ശാസ്ത്രീയതയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് കർക്കിടകം? എന്തിനാണ് കർക്കിടക ചികിത്സ? എന്തിനാണ് കർക്കിടക കഞ്ഞി സേവിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. എന്താണ് കർക്കിടകം? പുരാതന ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം ആകാശത്തെ 12 രാശികളായി വിഭജിച്ചിരുന്നു. അതിൽ ഓരോ രാശികളിലും പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളുടെ ആകൃതിക്കനുസരിച്ച് അവയ്ക്ക് ഓരോ പേരുകളും നൽകിയിരുന്നു. ഉദാഹരണത്തിന്, സിംഹത്തിന്റെ ആകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന രാശിയെ ചിങ്ങമാസം എന്നും, വൃശ്ചിക അഥവാ തേളിന്റെ ആകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന രാശിയെ വൃശ്ചിക മാസം എന്നും പേര് നൽകിയിരുന്നു. അതുപോലെ ഓരോ രാശിയിലുമുള്ള നക്ഷത്രക്കൂട്ടങ്ങളുടെ ആകൃതിക്കനുസരിച്ച് അവയ്ക്കെല്ലാം പേരുകൾ നൽകപ്പെട്ടു. അങ്ങനെ കർക്കട അഥവാ ഞണ്ടിന്റെ ആകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന രാശിയെയാണ് കർക്കിടക മാസം എന്ന് പേര് നൽകി വിളിക്കുന്നത്. ഈ 12 മാസങ്ങളിൽ ഈ 2 മാസങ്ങൾ ചേർത്ത് 6 ഋതുക്കൾ സൃഷ്ടിക്കപ്പെട്ടു. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്നിവയാണ് 6 ഋതുക്കൾ. ഓരോ ഋതുവിലും ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി പാലിക്കേണ്ട ചര്യകളെയാണ് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്നത്. അങ്ങനെ വർഷ ഋതുവിൽ പാലിക്കേണ്ട ചര്യകളിൽ പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി എന്നിവ. എന്താണ് കർക്കിടകത്തിൽ സംഭവിക്കുന്നത്? പുറമെയാണെങ്കിൽ നല്ല തണുപ്പ്, അന്തരീക്ഷത്തിലാണെങ്കിൽ ഉയർന്ന ഈർപ്പം, വ്യായാമമാണെങ്കിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഇവയെല്ലാം കൊണ്ട് ശരീരം പൊതുവിൽ തണുത്തിരിക്കുന്ന അവസ്ഥയാണ്. ശരീരത്തിലെ ഈ തണുപ്പ് ക്രമീകരിക്കുവാൻ ദഹന വ്യവസ്ഥയിലെ രക്തക്കുഴലുകൾ ചർമ്മത്തിലേക്ക് രക്തം തിരിച്ചുവിടുന്നു. അതുമൂലം ദഹനനാളത്തിലെ രക്തചംക്രമണത്തിൽ കുറവ് വരികയും വേണ്ടത്ര അളവിൽ ദഹനരസം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അത്തരം അവസ്ഥകളിൽ ദഹനം ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നാം കർക്കിടക കഞ്ഞി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കർക്കിടക ചികിത്സ എന്ന് നോക്കാം. ഉഷ്ണകാലത്തെ ശോഷണം മൂലവും മഴക്കാലത്തെ തണുപ്പ് കാരണവും കർക്കിടകത്തിൽ വാതദോഷം കോപിക്കുകയും അതുമൂലം സന്ധികളിലും പേശികളിലും വേദനയും നീർക്കെട്ടും അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വാദപ്രകൃതി ആയവർക്കും വാതരോഗങ്ങൾ ഉള്ളവർക്കും അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ എണ്ണയും ചൂടും കലർന്ന ചികിത്സകൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും അവസ്ഥ അനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം ഉഴിച്ചിൽ, ധാന്യാമ്ലം പോലെയുള്ള ധാരകൾ, വിവിധ തരം കിഴികൾ, വസ്തികൾ എന്നിവയെല്ലാം ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തെ അകത്തുനിന്നും പുറത്തുനിന്നും ശുദ്ധീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നല്ല ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി മുതലായവ ഓരോ ഋതുക്കളിൽ നമ്മൾ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി പാലിക്കേണ്ട ചര്യകളാണെന്നും, അല്ലാതെ ചിലർ ചിന്തിക്കുന്ന പോലെ ആയുർവേദ ചികിത്സ കർക്കിടക മാസത്തിൽ മാത്രം എടുക്കേണ്ട ഒന്നല്ല എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കർക്കിടകം രോഗങ്ങളുടെ മാസമല്ല, മറിച്ച് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള അവസരങ്ങളുടെ മാസമാണ്. കർക്കിടക കഞ്ഞിയും മറ്റ് അനുയോജ്യമായ ചികിത്സകളും ശരീരത്തെ പോഷിപ്പിക്കുകയും ദഹനശക്തിയെ മെച്ചപ്പെടുത്തുകയും കാലാവസ്ഥാ വ്യതിയാനങ്ങളോട് ശരീരത്തെ ഇണങ്ങുവാൻ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് എല്ലാവർക്കും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സകൾ സ്വീകരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആഹാരം പോഷകങ്ങൾ മാത്രമല്ല എന്നും ഋതുഭേദങ്ങൾക്കനുസരിച്ച് ഉപയോഗിച്ചാൽ ഔഷധം തന്നെയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കർക്കടകത്തിലെ വിശ്വാസങ്ങളും വസ്തുതകളും ആയുർവേദ ചികിത്സകനായ ഡോക്ടർ നിധീഷ് കടവത്ത് സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.